ശ്രദ്ധിച്ച് കളിക്കട്ടോ. ഇവിടുന്ന് ജയിച്ച മദ്രാസിൽ ചെന്ന കപ്പ് മേടിക്കാം. മാഷേ എഴുതി വെച്ചോളൂ, നമ്മുടെ ടീം തന്നെ ജയിക്കും. അങ്ങനെ പറ പോലെ. എനിക്ക് മദ്രാസ് കാണാൻ വലിയ ആഗ്രഹ. അവിടെ തണുപ്പുണ്ടാവും. അവിടെ തണുപ്പൊന്നുമില്ലടാ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു? കബഡിയിൽ ജയിച്ചാൽ ഗവർണറുടെ കയ്യിൽ നിന്ന് കപ്പ് മേടിക്കുന്നത് ടിവിയിലേക്ക് വരുമെന്ന് മാഷ് പറഞ്ഞായിരുന്നല്ലോ. വരുമോ അച്ഛാ? തീർച്ചയായിട്ടും വരും. എല്ലാ പേപ്പറിലും വരും. കപ്പ് സ്കൂളിലാണോ വെക്കുന്നത്? നമ്മുടെ അടുത്ത് തന്നെ തരുമോ? സ്കൂളിൽ തന്നെ ഉണ്ടാവും. എല്ലാരും ചേർന്ന് വാങ്ങുന്നതല്ലേ. അച്ഛാ അച്ഛാ എടാ ചുമ്മാ ചറ പറയാന്ന് ഓരോന്ന് പറഞ്ഞോണ്ട് കപ്പ് കിട്ടുമ്പോ നമുക്ക് നോക്കാം. ഇപ്പൊ ഒന്ന് കിടക്കാൻ നോക്ക്. എടാ ചെറിയവനെ ഇവിടെ കൊണ്ടൊന്ന് പായി കിടത്ത്. പോടോ. നിങ്ങളിരിക്ക. എടാ നിന്നോടാ പോകാനല്ലേ പറഞ്ഞേ? വെറുതെ എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നേ? ഞാൻ തന്നെ പോവില്ലേ? നിങ്ങൾ വെറുതെ ഇരിക്ക. അപ്പോഴേ രണ്ടുപേർക്കും ഒരു സ്നേഹം ഉണ്ടാവും. എടാ പയ്യന് പൊക്കം കുറവാ, ഈസി ആയിട്ടങ്ങ് ജയിക്കാന്ന് കണക്ക് കൂട്ടണ്ട. ആള് യമഘാതകനാ. പക്ഷെ ഞാൻ പറയുന്ന പോലെ ചെയ്താ നിനക്ക് ജയിക്കാം. വലതുഭാഗത്തെ തോളിന്റെ താഴെ ഈ സ്ഥലത്ത് മുമ്പ് തന്നെ എല്ല് പൊട്ടിട്ട് പ്ലേറ്റ് വെച്ച് വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് വെച്ച് അമർത്തി കൊടുത്താ മതി. വേദന കൊണ്ടവൻ പൊളയും. പിന്നെ എത്ര തന്നെ. എന്തിനാ ഇതൊക്കെ എന്റെ അടുത്ത് പറയണേ? നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ചാ? പോടാ, ജയിക്കാനുള്ള വഴി പറഞ്ഞെന്നാ ഓരോന്ന് ചോദിച്ചോണ്ട്. എടാ മോനെ, നീയാ ജയിക്കണത്. നീ ജയിച്ച എന്റെ മോള് നിനക്കാ. എടാ ചുമ്മാ കരയാതെ, ഞാൻ പറയുന്ന കേക്ക്. ഇനി മാച്ച് ഉണ്ടല്ലോ. ഇന്നെ കരയുന്നേ. വിടുമോനെ, നമുക്ക് അടുത്ത മാച്ചിൽ ജയിക്കാം. അച്ഛനെടാ പറയുന്നേ. എടാ കല്യാണത്തിന് പോയിട്ട് വന്നേക്കാം. ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കഴിക്കേ. വീട് പൂട്ടാതെ പുറത്തെങ്ങും പോയേക്കരുത്. ഇവിടെ തന്നെ കളിച്ചോണ്ടിരുന്നാ മതി. എടാ മക്കളെ, ഞങ്ങൾ സന്ധ്യക്ക് മുമ്പ് എത്തും. ഇത് നമ്മുടെ തെക്കെടുത്ത രാഘവന്റെ മോന്റെ കല്യാണമല്ലേ, അതിന് പോവുക. അമ്മയും പിള്ളേരും കൂടെ വെറ്റിലെ മുറുക്കി തുപ്പി ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി. അതല്ലേ പണി, ഇവിടെ മുഴുവൻ വൃത്തികേടാണ്. എടോ, ഇന്നലത്തെ കബഡി മത്സരത്തിൽ തോറ്റില്ലേ? അതിന് കാരണം ആരാണെന്നറിയാവോ? നിന്റെ ചേട്ടനാ. വലതുഭാഗത്തെ തോളിന്റെ താഴെ ഈ സ്ഥലത്ത് മുമ്പ് തന്നെ എല്ല് പൊട്ടിട്ട് പ്ലേറ്റ് വെച്ച് വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് വെച്ച് അമർത്തി കൊടുത്താ മതി. ഇന്നലെ നീ കരഞ്ഞു കണ്ടിട്ട് നിന്റെ ചേട്ടൻ ചിരിച്ചോണ്ട് പോന്നു കണ്ടു. നിന്നെ തോപ്പിക്കാൻ വേറെ ആരുടെ ആവശ്യമില്ല. ആള് വീട്ടിൽ തന്നെ ഉണ്ട്. എടാ എടാ, ഞാനങ്ങോട്ട് വന്നാലേ മുഖം അടിച്ചൊരു ഷേപ്പാക്കാൻ പറഞ്ഞേക്കാം. തുറക്കടാ. കരുതുന്നത് കാണാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? ഇപ്പൊ നീ കരയുന്നത് ഞാൻ കാണിച്ചു തരാം. അച്ഛന്റെ ഫോട്ടോ ഒന്നും ചെയ്യരുതടാ. എന്റെ അച്ഛന്റെ ഫോട്ടോ കണ്ടിച്ച് കളയണ്ടടാ. ഒരു ഫോട്ടോ ഉള്ളടാ. എന്റെ അച്ഛന്റെ ഫോട്ടോ നന്നായിട്ട് കരടാ. ഇത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പറയുന്നത് കേക്കടാ. നിന്നോട് അപേക്ഷിക്കടാ. അതൊന്നും ചെയ്യരുതാ. അത് കളഞ്ഞേക്ക്. നിന്നെ ഞാൻ കൊല്ലാതെ പിടിക്കടാ. എന്റെ അച്ഛൻ മാട്ടുങ്ങ ബൈ ഇലക്ഷന് വേണ്ടിയിട്ട് 5 കോടി രൂപ കൊടുത്തു നമ്മുടെ വൈര വ്യാപാരി സോണ ചൗധരി. പക്ഷെ അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. ഇപ്പൊ അതുകൊണ്ട്
ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. അവിടെയുള്ള ഭൂരിപക്ഷം വോട്ടും ജാതി വോട്ടാ. അവന് നല്ല പേരുമുണ്ട് അവിടെ. കൂടാതെ കൈ നിറയെ കാശുമുണ്ട്. അവന്റെ പിറകിലെ വലിയ ബലം ഗോവർദ്ധനാണ്. ഈ ഇലക്ഷനിൽ നിന്ന് അവൻ തീർച്ചയായും ജയിക്കും. പക്ഷെ ഞാൻ ജയിക്കണം. നിന്നെ വിശ്വസിച്ചാ ഞാൻ വന്നത്. എന്താടാ രമണൻ പീഡിപ്പിക്കുകയാണോ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വേണമെന്നില്ല, എന്റെ ചെരുപ്പ് മാത്രം മതി ജയിക്കാൻ. ഹലോ രമണ, പറ്റില്ലെന്ന് അയാൾ പറയുന്നത്. ശരി, നീ വന്നേക്ക്. എന്താടാ രമണൻ പറഞ്ഞേ? കൊല്ലുന്നാണോ പറഞ്ഞത്? എന്നെ ആർക്കും പേടിപ്പിക്കാൻ കഴിയില്ല. നീ എങ്ങോട്ടാ പോണേ? ഫ്രണ്ട്സിന്റെ ഒപ്പം സിനിമ കാണാൻ പോവാ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. പപ്പ, അതോട് പോ. ഫ്രണ്ട്സിൽ എനിക്കൊരു വെയിറ്റ് അകത്തോട്ട് പോകാൻ. നിങ്ങൾ എന്തിനാ അവളോട് നിലവിളിക്കുന്നത്? എന്തിനാ പപ്പ ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഒരു പട്ടി പോലും പുറത്തു പോകാൻ പാടില്ല. എന്തിനാ മമ്മി അന്തർജാലം. ഇവിടുന്ന്. രമണ, ഇലക്ഷന് ഞാൻ നിൽക്കുന്നില്ല. നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാപസ് വാങ്ങുക. ഹലോ, ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞല്ലേ? എത്ര നാള് തരൂ? രമണ ഏത് സമയത്ത് എവിടെയാ മാർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. വേണ്ട ഗോവർദ്ധൻ, രമണയെ എതിർത്ത് ഞാനൊരു ഇലക്ഷനും ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ MLA ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മിനിസ്റ്റർ ആക്കാന്ന്. ജീവനാണോ വലുത്, മിനിസ്റ്റർ പോസ്റ്റ് ആണോ? എനിക്ക് ജീവനാ വലുത്. ഇവിടെ ജനിച്ചു വളർന്ന നമ്മളെ കൊണ്ട് അവന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 4 വശത്ത് നോക്ക്, രമണ 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 രമണ. അവൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ പേര് സമ്പാദിക്കാൻ കഴിയില്ല. അവൻ മരിക്കണം. എപ്പോ ഗോവർദ്ധൻ നമ്മളെ കൊല്ലണമെന്ന് തീരുമാനിച്ചോ അതിനു മുൻപേ നമ്മൾ തീരുമാനം എടുക്കണം. അവൻ റെസ്റ്റോറന്റ് വിട്ട് ഇപ്പൊ വെളിയിലേക്ക് വന്നു. വണ്ടിയെടുക്ക്. അവന്റെ അടുത്ത് ഫോൺ ചെയ്ത് എന്നെ വൈകിട്ട് വന്ന് കാണാൻ പറ. ഗോവർദ്ധൻ, ആ ടിഷ്യൂ. ഇല്ലണ, വെറുതെ തമാശ. തമാശനോ? എന്തോന്ന് തമാശ? കൊച്ചു പിള്ളേരുടെ അടുത്ത്. സർ, സാറിന്റെ അടുത്ത്. രാ, അണ്ണാ, അവനെ സ്കൂളിൽ പറഞ്ഞേക്കാം. ശരി അണ്ണാ. സർ, നമസ്തേ ഭായി. രമണ, ഞാൻ പറയുന്ന ഒന്ന് കേക്കൂ. എന്റെ ഭർത്താവ് ദിവസം എന്നിട്ട് അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആഡിറ്റർ ആഡിറ്റർ ആടിക്കൊണ്ട് വരുന്നുണ്ടേ. ആട്ടം കണ്ട ആഡിറ്റർ ആടിക്കൊണ്ട് വരുന്നുണ്ടേ. പാട്ട് പാടുവല്ലേ സാലേ? നിനക്കിട്ട് ഞാൻ ഒരു ദിവസം തരുന്നുണ്ടാ. ഇതാ രമണ സാറിന്റെ അടുത്ത് നിന്ന് ഒപ്പ് വാങ്ങിച്ചോണ്ട് വാ. टिंग 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 नमस्कार दादा ग्रुप में अटेंशन है. अगली खाना 15 नंबर टेबल में रहना होगी. खाओ खाओ खाओ. എടാ, ആഹാരം റെഡിയാന്ന്. വാടാ. വാ, പോയി കഴിക്കാം. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. നന്നായിട്ട് കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ അവിടെയൊക്കെ. കഴിച്ചോ. എന്നാ സർ, നമസ്കാരമുണ്ട്. ഞാൻ മുകളിലേക്ക് വരാം. ऊपर आई. डॉन को पकड़ने के लिए केरा मुल्क को पुलिस ढूंढ रही है, मगर डॉन को पकड़ना मुश्किल की नहीं है, मुमकिन भी है. സാറേ, സാറ് മലയാളിയല്ലേ? എടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഹിന്ദി പറഞ്ഞപ്പോ നീ എന്തിനാ എന്നെ നോക്കി മലയാളിയെന്ന് ചോദിച്ചേ?
അല്ല സാറ് വളരെ കഷ്ടപ്പെട്ട് ഹിന്ദി പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. അല്ലെങ്കിലും മലയാളിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ശരി, കോൺ മാറ്റർ ഹേ? ഞാനിവിടെ ഒരു 10 ദിവസം കൊണ്ട് വന്നോണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും രമണ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. അദ്ദേഹത്തിനോട് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. വരുന്നു പോകുന്നു. സാറ് വിചാരിച്ചാ അത് നടക്കും, അതുകൊണ്ടാണ്. ഞാനോ? പിന്നില്ലാതെ സാറ് കഴിച്ചതിന് ശേഷമല്ലേ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത്. സാർ എത്ര വലിയ ഡോണാ. ഡോണ? ചെക്കന് ട്രെയിലർ കേട്ടപ്പോ പടം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഞാൻ വെറും ഡോണല്ല, ഡൺ ഡണക്കാൻ ഡോൺ. മനസ്സിലായില്ല? പറയാം. അയ്യേ